അപ്പോൾ ഈ ഒരു റേഞ്ച് തന്നെ ആയിരിക്കും മേ ബി ഈ ഡിസ്പ്ലേ വരാതിരിക്കാനുള്ള റീസൺ. ഹൈ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സർവീസിന് വന്നിരിക്കുന്ന ലിനോവയുടെ ഐഡിയാപാഡ് 130 മോഡൽ വരുന്ന ബോർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ലാപ്പിന്റെ കംപ്ലൈൻറ്റ്സ് എന്താ കസ്റ്റമർ പറയുന്നത്, നമുക്കിത് ചെക്ക് ചെയ്യാം. ഇത് ചെക്ക് ചെയ്യാൻ പോവാം. അഡാപ്റ്റർ നമ്മളിവിടെ കൊടുക്കുക, ജസ്റ്റ് ഓൺ ചെയ്യുക. ഓൺ ചെയ്യണ മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, LVDSന്റെ കേബിൾ നമ്മൾ കണക്ട് ചെയ്യണം. അപ്പോൾ LVDSന്റെ കേബിൾ നമുക്ക് ഇവിടെ കണക്ഷൻ ചെയ്യാം. ഇതിൽ കംപ്ലൈൻറ്റ് കസ്റ്റമർ പറയുന്നത് ഇതിനോടുള്ള ഡിസ്പ്ലേ ഇല്ല എന്നാണ്. നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം. സിസ്റ്റം വർക്കിംഗ് ആണ്, ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നില്ല എന്നാണ് കസ്റ്റമർ പറയുന്നത്. കീബോർഡ് ഡിസ്പ്ലേ വരും, എക്സ്റ്റേണൽ ഡിസ്പ്ലേ ഒക്കെ വരും എന്ന് പറയുന്നത്. സിസ്റ്റം നമ്മളെ കണ്ടീഷനിൽ നോ ഡിസ്പ്ലേ ആണ്, ഇതിലേക്ക് ഇന്ത്യയിൽ ഡിസ്പ്ലേ ഇല്ല. കീബോർഡ് നമ്മൾ കൊടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് കീബോർഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. കീബോർഡ് ഡിസ്പ്ലേ കൊടുക്കുന്ന സമയത്ത് കീബോർഡ് ഡിസ്പ്ലേ ഓക്കെയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, ഇത് സർവീസ് ചെയ്തെടുക്കാം. പക്ഷെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ബോർഡിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ഇതിൻ്റെ IO കംപ്ലൈൻ്റ് ആണ്. അതേമാതിരി തന്നെ അതിൽ ഈച്ച് വൺ പ്രിന്റുകളൊക്കെ നല്ല രീതിയിൽ ഡാമേജ് ആയിട്ടുണ്ട്, അഥവാ ഫിസിക്കൽ കയറിയിട്ടുണ്ട്, ഫംഗസും കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫിസിക്കൽ ഡാമേജ് നന്നായിട്ട് ഈ പാർട്ട് ഫുള്ളായിട്ട് ഏരിയ ഉണ്ട്. അപ്പോൾ ഈ ഒരു റേഞ്ച് തന്നെ ആയിരിക്കും മേ ബി ഈ ഡിസ്പ്ലേ വരാതിരിക്കാനുള്ള റീസൺ. ഇങ്ങനെ വേറൊരു കാര്യം കൂടെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെക്ക് ചെയ്യാം. LCDക്കുള്ള സിഗ്നൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സിസ്റ്റം നമുക്ക് അപ്പോൾ LCDൻ്റെ സിഗ്നൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ബാക്ക് ലൈറ്റ് LED ആണ്. അപ്പോൾ LED എനേബിൾ ആണ് ഈ ഭാഗം കിടക്കുന്നത്. LED എനേബിൾ നോക്കുന്ന സമയത്ത് സിസ്റ്റം 0 ആണ്, വോൾട്ടേജ് ഒന്നും വരുന്നില്ല. അതേമാതിരി തന്നെ PWM ഉണ്ട്. ഈ PWM നോക്കുന്ന സമയത്തും യാതൊരു റിസൾട്ടും കാണില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇത് സർവീസ് ചെയ്തെടുക്കുക. ഞാൻ ഈ ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് കേബിളിന് എന്തെങ്കിലും പ്രശ്നം കാണിച്ചിട്ട് കേബിളൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്തു. പക്ഷേ കേബിൾ റീപ്ലേസ് ചെയ്തിട്ടും യാതൊരു റെസ്പോൺസും ഇല്ല. ഈ കണ്ട കണ്ടീഷനിൽ ഈ ഒരു ഏരിയയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ട മട്ടത്തിലാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന മാതിരി തന്നെ IOൻ്റെ ഈ പ്രശ്നം ഉണ്ടായിരുന്നു. അതേമാതിരി തന്നെ ഈ ഒരു ഏരിയയിൽ കണ്ടില്ലേ, ഈ പ്രിന്റിങ് മിസ്സിങ് ഉണ്ടെന്ന്. അപ്പോൾ പ്രിന്റ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ചില സ്ഥലത്തേക്ക് വെച്ചാൽ ചെറിയ ചെറിയ പ്രിന്റുകൾ പൊടിഞ്ഞു പോയിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗങ്ങൾ കംപ്ലീറ്റ് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഡിസ്പ്ലേ കൊടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഡിസ്പ്ലേ കേബിൾ കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ സിസ്റ്റം ഓൺ ചെയ്ത് നോക്കാം. സിസ്റ്റം വർക്കിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല, പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ വാട്ടർ ഡാമേജ് ആണ്, ഫംഗസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സിസ്റ്റം പക്കായിട്ട് വർക്കിംഗ് ആണ്. അപ്പോൾ ഇതിൽ കംപ്ലൈൻറ്റ് ഈ ഒരു ഏരിയയിൽ വാട്ടർ ഡാമേജ് എന്താ ചെയ്യുക, ഇത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫംഗസ് ആണ് കറക്റ്റ് വന്നിരിക്കുന്നത്. ഈ ICക്ക് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അതേമാതിരി തന്നെ പ്രിന്റ് ഡാമേജ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.